ബെഞ്ചിൻ്റെ തൃശ്ശൂർ കോർപ്പറേഷൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ് ഇന്ന് നോക്കാൻ പോകുന്നത്. പിന്നെ അതേപോലെ തന്നെ എക്സ്പെക്റ്റഡ് കട്ട് ഓഫും കാര്യങ്ങളൊക്കെ ഇന്ന് നമ്മൾ ഷെയർ ചെയ്യുന്നതായിരിക്കും. പിന്നെ അതേപോലെ ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ടുള്ള സ്റ്റഡി മെറ്റീരിയലും കാര്യങ്ങളൊക്കെ നമ്മൾ ഫ്രീ ആയിട്ട് തന്നെ നമ്മുടെ സ്റ്റുഡൻസിന് പ്രൊവൈഡ് ചെയ്ത് കൊടുത്തായിരുന്നു. സോ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് ഒരുപാട് പേർക്ക് ആ ഒരു സ്റ്റഡി മെറ്റീരിയൽ കിട്ടിയായിരുന്നു. ഇനി അപ്കമിങ് വരുന്ന ഏതെങ്കിലും എക്സാമിൻ്റെ സ്റ്റഡി മെറ്റീരിയൽ ഫ്രീ ആയിട്ട് നമ്മൾ തരുന്നുണ്ടെങ്കിൽ നമ്മൾ ടെലിഗ്രാമിലായിരിക്കും പറഞ്ഞു തരുന്നത്. പിന്നെ അതേപോലെ തന്നെ ആ ഒരു സ്റ്റഡി മെറ്റീരിയലിൻ്റെ വീഡിയോ നമ്മൾ ജൂലൈ ഫസ്റ്റ് വീക്ക് തന്നെ ചെയ്തായിരുന്നു. നിങ്ങൾ എഴുതി പഠിക്കണം, എഴുതി പഠിച്ചാൽ മാത്രമായിരിക്കും നിങ്ങൾക്കൊരു കാര്യം ഇതിൻ്റെ അകത്തുള്ള കാര്യങ്ങൾ മെമ്മറിയിൽ നിൽക്കുകയുള്ളൂ. നിങ്ങൾ എഴുതി പഠിച്ചാൽ ഒരു നോട്ട് കാണുമ്പോഴാണ് നിങ്ങൾക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ പറഞ്ഞായിരുന്നു. കുറേ പേര് PDF ഒക്കെ എടുത്താണ് പഠിച്ചത്. അത്യാവശ്യം എഴുതി പഠിച്ചവർക്കൊക്കെ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. വളരെ സിമ്പിളായുള്ള ഒരു എക്സാം എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനത്തെ ഒരു എക്സാം ആയിരുന്നു. അത്യാവശ്യം സിമ്പിളായുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ B ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് A അല്ലെങ്കിൽ C അല്ലെങ്കിൽ D ആണെങ്കിൽ അതിൻ്റെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആയിരിക്കില്ല ഇതിൻ്റെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ഓരോന്നിനും വ്യത്യാസമുണ്ട്. അപ്പോൾ ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ B ആണ് നോക്കുന്നത്. അപ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് ജസ്റ്റ് അതിൻ്റെ അകത്ത് ആൻസർ നോക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഇപ്പോൾ ഞാനാണെങ്കിൽ ക്വസ്റ്റ്യനും ആൻസറും അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് വായിച്ച് പോകുന്നില്ല. ഒന്നാമത്തേൻ്റെ A, രണ്ടാമത്തേൻ്റെ C, അങ്ങനെ ആ രീതിയിൽ വായിച്ച് പോകാം. അതായിരിക്കും നിങ്ങൾക്കും എളുപ്പം. അതുപോലെ തന്നെ ഇന്ന് എക്സ്പെക്റ്റഡ് കട്ട് ഓഫും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നതായിരിക്കും. ഇതിൻ്റെ പിന്നെ എക്സാം മാറ്റാനുള്ള വീണ്ടും വെക്കാനുള്ള ചാൻസ് ഉണ്ടെന്നൊക്കെ കുറേ പേര് ചോദിക്കുന്നുണ്ട്. അതിൻ്റെ മറുപടിയും ഈ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ഇത് വരുന്നത് A ആണ് കേട്ടോ. അതുപോലെ തന്നെ രണ്ടാമത്തേൻ്റെ വരുന്നത് C ആണ് ആൻസർ. മൂന്നാമത്തേൻ്റെ വരുന്നത് B ആണ്. സോ നാലാമത്തേൻ്റെ വരുന്നത് C ആണ്. സോ ഈ ഒരു പ്രോബ്ലമാറ്റിക് ആയിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ഫസ്റ്റ് മൊഡ്യൂളിൽ നിന്ന് കുറേ അധികം വന്നിട്ടുണ്ടല്ലേ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആ ഒരു പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യണമെങ്കിൽ അതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഇക്വേഷൻ അറിയണം. സോ നമ്മൾ ആ ഒരു സ്റ്റഡി മെറ്റീരിയൽ മെയിനായിട്ട് എല്ലാ പ്രധാനപ്പെട്ട ഇക്വേഷൻസും നമ്മൾ അതിൻ്റെ അകത്ത് പറഞ്ഞു തന്നായിരുന്നു. കപ്പാസിറ്റർ പാരലൽ ആയിട്ടുള്ളതും അതുപോലെ തന്നെ പവറിൻ്റെ ഇക്വേഷൻ, വോൾട്ടേജിൻ്റെ ഇക്വേഷൻ, കറണ്ടിൻ്റെ ഇക്വേഷൻ, റെസിസ്റ്റൻസിൻ്റെ ഇക്വേഷൻ ഒക്കെ പറഞ്ഞ ഒരു ലിസ്റ്റായിട്ട് തന്നെ നമ്മൾ എല്ലാത്തിൻ്റെയും കൂടെ ഇക്വേഷനും അതിൻ്റെ യൂണിറ്റ് എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞു തന്നായിരുന്നു. സോ അതിനൊക്കെ ബേസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, സിമ്പിളായിട്ട് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ സോൾവ് ചെയ്യാൻ പറ്റുമായിരുന്നു. ഡയറക്റ്റ് തന്നെ നമുക്ക് ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്ത് സോൾവ് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആയിരുന്നു ഇതൊക്കെ. ഓക്കെ, അതുപോലെ തന്നെ ഇപ്പോൾ നമുക്ക് ഫോഴ്സിൻ്റെ ഒക്കെ ഇത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഫോഴ്സിൻ്റെ ഒരു ഇക്വേഷൻ ഉണ്ട്. സോ അതിൻ്റെ അകത്തൊക്കെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഫോഴ്സ് ചേഞ്ച് ആവുമോ, അൺചേഞ്ച് ആവുമോ, ഇതിനും വ്യത്യാസം വന്നിട്ടുണ്ട്. അങ്ങനത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ഇതിൻ്റെ അകത്ത് വന്നിട്ടുണ്ട്. എക്സാമ്പിൾ 5, അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ. അപ്പോൾ അതിൻ്റെ ആൻസർ വരുന്ന റിമെയിൻ അൺചേഞ്ച്. ആ ഒരു ഇത് ഫോഴ്സിൻ്റെ ഇക്വേഷൻ വെച്ചൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കിയാൽ തന്നെ നമുക്ക് അതിൻ്റെ ഇത് കിട്ടുമായിരുന്നു. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഇലക്ട്രോമാഗ്നറ്റിക് എന്ന് പറയുന്നത് ഡിറ്റർമൈൻ ചെയ്യുന്നത്, സ്ട്രെങ്ത് ഓഫ് ഇലക്ട്രോമാഗ്നറ്റ് എന്ന് പറഞ്ഞാൽ എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നു അല്ലെങ്കിൽ ഡിറ്റർമൈൻ ചെയ്യുന്നു എന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ കറണ്ട്, നമ്പർ ഓഫ് ടേൺസ്, അതുപോലെ തന്നെ കോർ മെറ്റീരിയൽ. ഓക്കെ, ഇതിനൊക്കെയാണ് മെയിനായിട്ട് സ്ട്രെങ്ത് ഓഫ് ആൻ ഇലക്ട്രോമാഗ്നറ്റ് ഈസ് ഡിറ്റർമൈൻഡ് ബൈ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആൻസർ വരുന്നത്. അപ്പോൾ ഓൾ ഓഫ് ദ എബോവ് ആണ്. ഒരു 1 ഡേ മുമ്പ് പറഞ്ഞതാണ്, നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ അതിൻ്റെ 4 ആൻസറും ജസ്റ്റ് വായിച്ച് നോക്കിയിട്ട് മാത്രമേ അറ്റൻഡ് ചെയ്യാവുള്ളൂ. ഇപ്പോൾ ഇതിൻ്റെ ആൻസർ തന്നെ നിങ്ങൾ നോക്കുമ്പോൾ ചിലപ്പോൾ ഒന്നാമത്തെ ആൻസർ ആണെന്ന് നിങ്ങൾക്ക് തോന്നും. അപ്പോൾ തന്നെ എല്ലാവരും ഒന്നാമത്തെ പോയി കറപ്പിക്കും. അത് കഴിഞ്ഞ് പിന്നെ ആയിരിക്കും B, C വായിച്ച് നോക്കുന്നത്. ലാസ്റ്റ് ഓൾ ഓഫ് ദയും പിന്നെ ആയിരിക്കും വായിച്ച് നോക്കുന്നത്. അങ്ങനെ കുറേ പേർക്ക് പറ്റുന്നുണ്ട്. സോ നിങ്ങൾ എന്ത് ചെയ്യുക, ഇപ്പോൾ ഇനിയാണെങ്കിലും ഒരു എക്സാമിന് പോകുന്ന സമയത്ത് 4 ഓപ്ഷൻസും വായിച്ച് നോക്കുക, എന്നിട്ട് വേണം അറ്റൻഡ് ചെയ്യാനായിട്ട്. ഏഴാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കുവാണെങ്കിൽ ഏഴാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ D ആണ്. എട്ടാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ B ആണ് കേട്ടോ. B എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമുക്ക് നമ്മുടെ കപ്പാസിറ്ററിൻ്റെ ഇക്വേഷൻ C/Q/V എന്ന് പറഞ്ഞ ആ ഒരു ഇത് വെച്ച് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, സിമ്പിളായിട്ട് അത് വെച്ച് കാൽക്കുലേറ്റ് ചെയ്ത് നമുക്ക് ഇതിൻ്റെ ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ നിലവിൽ നമ്മൾ ആ ഒരു ഇക്വേഷൻസ്, അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻസ് എല്ലാം നമ്മുടെ ആ സ്റ്റഡി മെറ്റീരിയൽ നമ്മൾ തന്നായിരുന്നു. സോ ആ ഒരു ഇക്വേഷൻസ് ഒക്കെ അത്യാവശ്യം പഠിച്ചിട്ട് അതിൻ്റെ ആ ഒരു കൺസെപ്റ്റ് അതുപോലെ തന്നെ ആ ഒരു കാര്യങ്ങളൊക്കെ പഠിച്ചിട്ട് പോയാൽ എന്തായാലും ഈ എക്സാം വളരെ സിമ്പിളായിരുന്നു. പിന്നെ അതേപോലെ തന്നെ ഈ 9ാമത്തെ ക്വസ്റ്റ്യൻ്റെ അതൊരു മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ. അതായത് ഇത് ഓമിലല്ലല്ലോ പറയുന്നത്, അതായത് ദ നമ്പർ ഓഫ് റെസിസ്റ്റർ ഇൻ പാരലൽ എന്നാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, അതായത് എത്ര റെസിസ്റ്റർ പാരലായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടെന്നാണ് ചോദിച്ചേക്കുന്നത്. ഓമിൽ പറയത്തില്ലല്ലോ. അപ്പോൾ 6 എന്നല്ലേ പറയത്തുള്ളൂ. ഓക്കെ, ഓം എന്ന് പറയത്തില്ല, 6 എന്നേ പറയത്തുള്ളൂ. ഓക്കെ, അപ്പോൾ കുറേ പേർക്ക് ഡൗട്ട് ഉണ്ടായിരിക്കും, അങ്ങനെ ഒരു ഓം എന്ന് പറഞ്ഞ് ഇത് വന്നിട്ടുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ ക്യാൻസൽ ആക്കാനുള്ള ചാൻസ് ഉണ്ടെന്ന്. ക്വസ്റ്റ്യൻ ക്യാൻസൽ ആക്കാനുള്ള ചാൻസ് ഇല്ല, കാരണം ഇതിൻ്റെ അകത്ത് 6 എന്ന് പറയുന്ന വാല്യൂ ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. സോ ഒരു പ്രിൻറ്റിംഗ് മിസ്റ്റേക്ക് പോലെ ഓം എന്ന് വന്നെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അതുള്ളതുകൊണ്ട് തന്നെ ഇത് ക്വസ്റ്റ്യൻ ക്യാൻസൽ ആക്കാനുള്ള ചാൻസ് ഇതിൻ്റെ കേസിലില്ല. പിന്നെ ഈ 10ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ KCL. ഓക്കെ, KCLനെ പറ്റി നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു. KCLും KVLും തമ്മിലുള്ള ഡിഫറൻസ് നമ്മൾ ഓൾറെഡി നമ്മുടെ സ്റ്റഡി മെറ്റീരിയൽ കൊടുത്തിട്ടുണ്ട്. KCLൻ്റെയും KVLൻ്റെയും ഇക്വേഷൻസ് സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട്. സോ അതിനൊക്കെ ബേസ് ചെയ്തിട്ടൊരു ക്വസ്റ്റ്യൻ ആണ് വന്നിരിക്കുന്നത്. സോ സിമ്പിളായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റുമായിരുന്നു നമ്മുടെ ആ ഒരു KCLൻ്റെ ആ ഒരു 10ാമത്തെ ക്വസ്റ്റ്യൻ. 11ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ B ആണ് കേട്ടോ. 12ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ A ആണ്, എഡ്ഡി കറണ്ട് ആണ്. 13ാമത്തെ ക്വസ്റ്റ്യനെ നമ്മൾ നോക്കുകയാണെങ്കിൽ 230 വാട്ട് 50 ഹെർട്സ്, നമ്മുടെ ഇന്ത്യയിൽ യൂസ് ചെയ്യുന്ന ഫ്രീക്വൻസി റേഞ്ച് 50 ഹെർട്സ് ആണ്. ഓക്കെ, അതുപോലെ തന്നെ ഇപ്പോൾ ഇതിൻ്റെ ക്വസ്റ്റ്യൻ നമ്മൾ ഈ ഒരു 13ാമത്തെ ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, ഇതൊക്കെ നമ്മുടെ ബേസിക് ഐഡിയ വെച്ച് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. സോ ഇതിനെപ്പറ്റിയും ഓൾറെഡി നമ്മുടെ സ്റ്റഡി മെറ്റീരിയൽ പറയുന്നുണ്ട്. അതായത് ഇന്ത്യയിൽ യൂസ് ചെയ്യുന്ന ഫ്രീക്വൻസി റേഞ്ച് എത്രയാണെന്ന് നമ്മുടെ സ്റ്റഡി മെറ്റീരിയൽ വ്യക്തമായിട്ട് അതിൽ കൊടുത്തിട്ടുണ്ട്, 50 ഹെർട്സ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് തന്നെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇതല്ല ആൻസർ എന്ന് നമുക്കറിയാം. പിന്നെ ഇത് രണ്ടും നമുക്ക് കൺഫ്യൂഷൻ വരും. ഇതിൻ്റെ അകത്ത് നമുക്ക് ഇൻപുട്ട് AC സപ്ലൈ കോമൺലി യൂസ്ഡ് ഇൻ റെഗുലേറ്റർ പവർ സപ്ലൈ എന്ന് ചോദിച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് ആൻസർ വരുന്ന B ആണെന്ന് നമുക്ക് സിമ്പിളായിട്ട് എടുത്ത് എഴുതാൻ പറ്റുമായിരുന്നു. പിന്നെ 14ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ C ആയിരുന്നു. 15ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ C ആണ്. 16ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ B ആണ്. പിന്നെ അതേപോലെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം, ഈ ഒരു PDF ഫയൽ ഞാൻ നമ്മുടെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്ത് തരാം. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ അതിപ്പോൾ ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും വ്യത്യാസമോ അല്ലെങ്കിൽ എന്തെങ്കിലും ആൻസറിൻ്റെ മിസ്റ്റേക്ക് കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാനത് ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്ത് തരാം കേട്ടോ. ടെലിഗ്രാമിൽ നമ്മുടെ ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്ത് തരാം. പിന്നെ അതേപോലെ തന്നെ കൂടുതൽ ജോബ് ഓപ്പർച്യൂണിറ്റീസിനെ പറ്റിയൊക്കെ നമ്മൾ ഗ്രൂപ്പിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്ത് തരുന്നതായിരിക്കും. പിന്നെ അതേപോലെ തന്നെ 16ാമത്തേൻ്റെ B ആണ് കേട്ടോ ആൻസർ. 17ാമത്തേൻ്റെ B ആണ്.
18ാമത്തേൻ്റെ ബി ആണ്, 19ാമത്തേൻ്റെ എ ആണ്. വളരെ സിമ്പിളായൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു 19ാമത്തേൻ്റെ. അതായത് നമ്മുടെ റെഗുലേറ്റർ പവർ സപ്ലൈ ഉണ്ടല്ലോ, റെഗുലേറ്റർ പവർ സപ്ലൈയുടെ സർക്യൂട്ട് ഡയഗ്രാം നമ്മൾ ഏകദേശം ഒരു മനസ്സിലറിയാലോ, അല്ലെങ്കിൽ ബ്ലോക്ക് ഡയഗ്രാം നോക്കിയാൽ തന്നെ നമ്മൾ ആദ്യം ഒരു പവർ സപ്ലൈ, അത് കഴിഞ്ഞ് ട്രാൻസ്ഫോമർ, അത് കഴിഞ്ഞ് റെക്ടിഫയർ, അത് കഴിഞ്ഞ് ഫിൽറ്റർ, അത് കഴിഞ്ഞ് റെഗുലേറ്റർ, അത് കഴിഞ്ഞ് ലോഡ്. ഓക്കെ, ആ രീതിയിലൊരു ഇതായിരുന്നു. അപ്പോൾ ആ ഒരു ഓർഡറിൽ കറക്റ്റ് നമ്മൾ നോക്കുമ്പോൾ അതിൻ്റെ ബ്ലോക്ക് വരുമ്പോൾ എന്തായിരിക്കും ട്രാൻസ്ഫോമർ, റെക്ടിഫയർ, ഫിൽറ്റർ, റെഗുലേറ്റർ, ആ രീതിയിൽ നമുക്കറിയായിരുന്നു. ഓക്കെ, പിന്നെ പലർക്കും പറ്റിയൊരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ആദ്യം കുറേ പ്രോബ്ലമാറ്റിക് ക്വസ്റ്റ്യൻസ് കണ്ടില്ലേ, അത് ചെയ്ത് കുറേ പേര് ടൈം കളഞ്ഞു. കാരണം അതിൻ്റെ അകത്ത് കുറേ പേർക്ക് ഇക്വേഷൻസ് പ്രോപ്പറായിട്ട് അറിയത്തില്ല, കുറേ പേര് ചെയ്തതിൽ മിസ്റ്റേക്ക് തോന്നും. അങ്ങനെ വന്നപ്പോഴത്തേനും കുറേ പേർക്ക് ടൈം മാനേജ് ചെയ്യാൻ പറ്റില്ല. അവസാനം ഈ സിമ്പിളായുള്ള ഈ 19ാമത്തെ ക്വസ്റ്റ്യൻസ് പോലെയുള്ള ക്വസ്റ്റ്യൻസ് വരെ കുറേ പേര് മിസ്റ്റേക്ക് വന്ന് തെറ്റിച്ച് വരെ കളഞ്ഞിട്ടുണ്ട്. പിന്നെ കുറേ പേർക്ക് എക്സാമിന് എഴുതാൻ പോകാൻ പറ്റിയിട്ട് പോലുമില്ല. ഓക്കെ, അപ്പോൾ കുറേ പേര് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്, ബ്രോ ഇന്ന് എനിക്ക് എക്സാം എഴുതാൻ പറ്റിയിട്ടില്ല, എന്താ ചെയ്യുക. അപ്പോൾ ഇതുവരെ PSCൻ്റെ ഭാഗത്തു നിന്നൊരു അപ്ഡേറ്റ് വന്നിട്ടില്ല. എക്സാമിൻ്റെ ഇനി പുതിയതായിട്ട് എഴുതാൻ പറ്റാത്തവർ വീണ്ടും നടത്തുമെന്ന്. അങ്ങനെ എന്തെങ്കിലും അപ്ഡേറ്റ് വരുവാണെങ്കിൽ ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്ത് തരാം. പിന്നെ 20ാമത്തെ ക്വസ്റ്റ്യൻ ഫ്യൂസിനെ പറ്റിയാണ്. നമ്മൾ ഫ്യൂസിൻ്റെ ബേസിക്സ് പഠിപ്പിച്ചപ്പോഴേ നമ്മൾ പറഞ്ഞാണ് അതെന്തിനും പ്രൊട്ടക്റ്റ് ചെയ്യുന്ന എന്തിനെ എഗൻസ്റ്റ് ആയിട്ടാണ്. ഫ്യൂസ് ഈസ് പ്രൊട്ടക്ട്സ് എഗൻസ്റ്റ് ഓവർ കറണ്ട് എന്ന് പറഞ്ഞു. അതായത് ഓപ്ഷൻ ബി ആണ് ഇതിൻ്റെ ആൻസർ. 21ാമത്തേനെ നോക്കുവാണെങ്കിൽ നമുക്ക് ഒരു കൺഫ്യൂഷൻ പറ്റുന്ന രീതിയിലുള്ളൊരു ക്വസ്റ്റ്യൻ ആണിത്. ഓക്കെ, അപ്പോൾ അത്യാവശ്യം ഒരു ഇത് നോക്കുവാണെങ്കിൽ 40 സെല്ലാണ് ഇതിൻ്റെ ആൻസറായിട്ട് നമുക്ക് കിട്ടുന്നത്. 22ൻ്റെ കേസിൽ സി ആണ് ആൻസർ, 23 ബി ആണ്, 24 എ ആണ്, 25 എ ആണ്, 26 സി ആണ്. ഈ 25ൻ്റെ ഈ ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, ഈ ക്വസ്റ്റ്യൻ വളരെ സിമ്പിളായിട്ട് തന്നെ നമ്മൾ ഓൾറെഡി നമ്മുടെ സ്റ്റഡി മെറ്റീരിയലിൽ ഡയറക്റ്റ് തന്നെ പോയിൻ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പോയിന്റ് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. നമ്മുടെ പ്യൂർലി കപ്പാസിറ്റൻസ്, പ്യൂർലി ഇൻഡക്റ്റൻസിനെ പറ്റി കൊടുത്തിട്ടുണ്ട്, പ്യൂർലി റെസിസ്റ്റൻസിനെ പറ്റി കൊടുത്തിട്ടുണ്ട്, പ്യൂർലി RLC സർക്യൂട്ടിനെ പറ്റി കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഓരോന്നിൻ്റെ ലാഗാണോ ലീഡ്സ് ആണോ ആ ഒരു കാര്യമൊക്കെ കൊടുത്തിട്ടുണ്ട്. ആ ഒരു നോട്ട് പഠിക്കുവാണെങ്കിൽ തന്നെ അത്യാവശ്യം നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുമായിരുന്നു. 26ാമത്തെ നോക്കുവാണെങ്കിൽ സി ആണ് ഓപ്ഷൻ വരുന്നത്, ഓപ്ഷൻ സി ആണ് കേട്ടോ 26ാമത്തെ. 27ാമത്തെ നോക്കുമ്പോൾ ബി ആണ് കേട്ടോ ആൻസർ വരുന്നത്. 28ാമത്തേൻ്റെ ബി ആണ് ആൻസർ വരുന്നത്. 29ാമത്തേൻ്റെ എ ആണ് ആൻസർ വരുന്നത്. 30ാമത്തേൻ്റെ കേസിൽ ബി ആണ് ആൻസർ വരുന്നത് കേട്ടോ. 31ാമത്തേൻ്റെ കേസിൽ ബി ആണ്. 32 എ ആണ് ആൻസർ വരുന്നത്. 33 ബി ആണ് ആൻസർ വരുന്നത്. 34 എ ആണ് ആൻസർ വരുന്നത്. 35 ബി ആയിരുന്നു ആൻസർ. 36 എ ആണ് കേട്ടോ ആൻസർ വരുന്നത്. ഞാൻ നേരത്തെ വിചാരിച്ചത് പെട്ടെന്ന് നോക്കിയ സമയത്ത് എനിക്ക് ഡി ആയിട്ട് ആൻസർ തോന്നിയത്. ഓക്കെ, പക്ഷേ ഇതൊന്ന് അത്യാവശ്യം നോക്കുന്ന സമയത്ത് ഇതിൻ്റെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് നേരെ ഇതല്ലേ, അപ്പോൾ +50 എന്ന് പറഞ്ഞല്ലേ ഇതിൻ്റെ ആൻസർ വരുന്നത്. ഓക്കെ, നോൺ ഇൻവേർട്ടിംഗ് ടെർമിനലുണ്ട്, ഇൻവേർട്ടിംഗ് ടെർമിനലുണ്ട്. അപ്പം നമ്മൾ നോക്കുന്ന സമയത്ത് എ ആണ് ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് 36ൻ്റെ. പിന്നെ അതേപോലെ തന്നെ 37ൻ്റെ കേസിൽ ബി ആണ് ആൻസർ വരുന്നത്. സ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ ആണ്, നോൺ സിനുസോയിഡൽ ഓസിലേറ്റർ എന്ന് പറഞ്ഞ് പറയുന്നത്. കാരണം RC ഫേസ് ഷിഫ്റ്റ് ഓസിലേറ്ററിൽ, വെയിൻ പിച്ച് ഓസിലേറ്ററിൽ, ഹാർലി ഓസിലേറ്റർ എന്ന് പറയുന്നത് എന്താണ്, സിനുസോയിഡൽ ഓസിലേറ്റർ അല്ലെങ്കിൽ നോൺ സിനുസോയിഡൽ ഓസിലേറ്റർ അല്ല എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ലേ. ഇതിൻ്റെ അകത്ത് സ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ ആണ് നോൺ സിനുസോയിഡൽ ആയിട്ടുള്ള ഓസിലേറ്റർ എന്ന് പറയുന്നത്. പിന്നെ 38 നോക്കുമ്പോൾ ക്രിസ്റ്റൽ ഓസിലേറ്റർ ആണ് ആൻസർ, സി ആണ്. 39 സി ആണ്. 40 സി ആണ്. 41 ബി ആണ് ആൻസർ വരുന്നത്. 42 വരുമ്പോൾ ബി ആണ് ആൻസർ വരുന്നത്. 43 വരുമ്പോൾ സി ആണ്. 44 വരുമ്പോൾ ബി ആണ് ആൻസർ വരുന്നത്. 45 ഡി ആണ്. അതുപോലെ തന്നെ 46 വരുമ്പോൾ സി ആണ് ആൻസർ വരുന്നത്. 47 വരുമ്പോൾ ഡി ആണ്. 48 വരുമ്പോൾ എ ആണ് ആൻസർ വരുന്നത്. 49 വരുമ്പോൾ എ ആണ്. 50 വരുമ്പോൾ സി ആണ് ആൻസർ വരുന്നത്. 51 വരുമ്പോൾ ഡി ആണ്. 52 വരുമ്പോൾ സി ആണ് ആൻസർ. 53 വരുമ്പോൾ ഡി ആണ്. 54 വരുമ്പോൾ ബി ആണ് കേട്ടോ ആൻസർ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ ചെറിയ ഒരു ഡൗട്ടുണ്ട് എനിക്ക്, 54ൻ്റെ കേസിൽ ബി തന്നെയാണോ എന്ന്. ജസ്റ്റ് എന്തെങ്കിലും വേരിയേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ടെലിഗ്രാമിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്ത് തരാം. 5ാമത്തെ ക്വസ്റ്റ്യൻ എടുക്കുവാണെങ്കിൽ എ ആണ് ആൻസർ വരുന്നത്. 56ൻ്റെ കേസിൽ എ ആണ്, PSW7 ആണ് കേട്ടോ. ഇനി 57ൻ്റെ കേസിൽ ബി ആണ്. 58ൻ്റെ കേസിൽ സി ആണ് കേട്ടോ. 59ൻ്റെ കേസിൽ ഡി ആണ്. 60ൻ്റെ കേസിൽ ബി ആണ്. 61ൻ്റെ കേസിലും ബി ആണ് ആൻസർ വരുന്നത്. 62ൻ്റെ കേസിൽ ഡി ആണ് കേട്ടോ. 63 ബി ആണ്. 64 എന്ന് പറഞ്ഞാൽ T ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ടു 1/S അല്ലേ. ഓക്കെ, അപ്പോൾ എ ആണ് ആൻസർ വരുന്നത്. 65ൻ്റെ ആൻസർ സി ആണ്. 66ൻ്റെ ആൻസർ സി 90 ഡിഗ്രി ആണ് കേട്ടോ. അപ്പോൾ അതായത് ഏകദേശം ഒരു 60% കൂടുതൽ കാര്യങ്ങൾ നമ്മുടെ നോട്ടിലുള്ള കാര്യങ്ങൾ തന്നെയാണ് ഡയറക്റ്റായിട്ട് ചോദിച്ചിരിക്കുന്നത്. നമ്മുടെ എന്താ പറയുക, ഒരു ക്വിക്ക് നോട്ട് പോലെ അല്ലെങ്കിൽ ഒരു കോംപ്രഹെൻസീവ് നോട്ട് പോലെ ഞാൻ പ്രിപ്പയർ ചെയ്ത് തന്നായിരുന്നു, നമ്മൾ ഫ്രീ ആയിട്ട് അതിൻ്റെ കോച്ചിങ് കൊടുക്കുന്ന രീതിയിൽ. ഓക്കെ, അപ്പോൾ അതിൽ നിന്ന് തന്നെയാണ് ഏകദേശം ഇതിൻ്റെ അകത്ത് ചോദിച്ചേക്കുന്നത്. നമ്മൾ കോച്ചിങ്ങും കാര്യങ്ങളൊക്കെ ഫ്രീ ആയിട്ട് തന്നെയായിരുന്നു അന്ന് കൊടുത്തത്. പിന്നെ 67ാമത്തെ ഇതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ സി ആണ് കേട്ടോ. 68 നോക്കുവാണെങ്കിൽ എ ആണ് ആൻസർ. 69 നോക്കുവാണെങ്കിൽ സി ആണ്. 70 നോക്കുവാണെങ്കിൽ ഡി ആണ് ആൻസർ. 71 സി എ. 72 ഡി എ. 73 സി ആണ് ആൻസർ. 74 ഡി ആണ് ആൻസർ. 75 ബി ആണ് ആൻസർ. 76 ബി ആണ്. ഇത് സിമ്പിളായിട്ട് തന്നെ നമുക്ക് എന്താ പറയുക, ഈ സാറ്റലൈറ്റിനെ പറ്റി ഒരു ഐഡിയ ഉണ്ടായാൽ മതി. അതായത് നേരെ സാറ്റലൈറ്റിൽ നിന്ന് ഒരു ആൻറ്റിനയിലേക്ക് അത് റിസീവ് ആവുന്നു. ആൻറ്റിനയിൽ നിന്ന് LNAയിലേക്ക് റിസീവ് ആവുന്നു. LNA പ്ലസ് മിക്സറാണ് LNB എന്ന് പറയുന്നത്. അതിലേക്ക് പോകുന്നു. അതിനുശേഷം സെറ്റ് ഓഫ് ബോക്സിലേക്ക് പോയിട്ടാണ് ടെലിവിഷനിലേക്ക് പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ബ്ലോക്ക് ഡയഗ്രാം നമ്മൾ നോക്കുന്ന സമയത്ത് ഇതല്ലേ, സി അല്ലേ വരുന്നത്. വളരെ സിമ്പിളായിട്ട് നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു 76. ഇനി 77ൻ്റെ കേസ് നോക്കുവാണെങ്കിൽ ഓപ്ഷൻ സി വരും. 77. 78 നോക്കുവാണെങ്കിൽ ഓപ്ഷൻ എ ആണ് കേട്ടോ ആൻസർ. 79 സി ആണ് ആൻസർ. ഇനി 80 നോക്കുവാണെങ്കിൽ ബി ആണ് ആൻസർ വരുന്നത് കേട്ടോ. 81 നോക്കുവാണെങ്കിൽ ഡി ആണ് ആൻസർ. 82 നോക്കുവാണെങ്കിൽ എ ആണ്. 83 നോക്കുവാണെങ്കിൽ ബി ആണ്. 84 സി എ. 85 സി ആണ്. 86 ഡി ആണ്. അതുപോലെ തന്നെ 87ൻ്റെ കേസിൽ എ ആണ്. 88 എന്ന് പറഞ്ഞാൽ ബി ആണ് ആൻസർ. 89 എന്ന് പറഞ്ഞാൽ സി ആണ് ആൻസർ.
90 എന്ന് പറഞ്ഞാൽ എ ആണ് ആൻസർ. ഇനി 91 AC ഡി ആണ് ആൻസർ വരുന്നത്. ഇനി 92 നോക്കുമ്പോൾ ബി ആണ് ആൻസർ വരുന്നത്. 93 നോക്കുമ്പോൾ ബി ആണ്. 94 നോക്കുമ്പോൾ ഡി ആണ് ആൻസർ. 95 നോക്കുമ്പോൾ സി ആണ്. 95 നോക്കുമ്പോൾ സി ആണ്. 96 നോക്കുമ്പോൾ എ ആണ് കേട്ടോ. 97 നോക്കുമ്പോൾ ബി ആണ്. 98 നോക്കുമ്പോൾ എ ആണ്. 99 സി എ. 100 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡി. അപ്പോൾ ഈ രീതിയിലായിരുന്നു നമ്മുടെ ആൻസർ കാര്യങ്ങളൊക്കെ വന്നത്. സോ കുറേ പേർക്ക് ഡൗട്ടാണ് ഇതിന് എത്ര കട്ട് ഓഫ് വരുന്നത്. ഇത് അത്യാവശ്യം സിമ്പിളായിട്ടുള്ള എക്സാം ആയതുകൊണ്ട് തന്നെ ആകെ ഇതിൻ്റെ അകത്ത് ടൈം പോകാനായിട്ട് ഈ പ്രോബ്ലംസ് സോൾവ് ചെയ്ത് ടൈം പോകുന്നതാണ് മെയിനായിട്ടൊരു പ്രശ്നം എന്ന് പറയുന്നത്. ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഡയറക്റ്റ് തന്നെ എടുത്ത് എഴുതാൻ പറ്റുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. നമുക്ക് ഇതിൻ്റെ ഇക്വേഷൻ അറിയാമെങ്കിൽ ഡയറക്റ്റ് ഇതൊക്കെ സിമ്പിളായിട്ട് തന്നെ നമ്മുടെ ആ ഒരു ഇക്വേഷൻ നോട്ട് പഠിച്ചിട്ട് പോയാർക്കാണെങ്കിൽ സിമ്പിളായിട്ടൊരു എന്താ പറയുക ഒരു മിനിറ്റ് പോലും വേണ്ട, സെക്കൻഡ്സിൽ തന്നെ അതിൻ്റെ ആൻസർ കണ്ടുപിടിക്കാൻ പറ്റുമായിരുന്നു ഇതിൻ്റെ ഈ ഒരു ഇക്വേഷൻ അറിയാമെങ്കിൽ. കപ്പാസിറ്റർ സി = വി Q/V. അപ്പോൾ നമുക്ക് എന്തായിരിക്കും ബി അല്ലേ ആൻസർ, ചേഞ്ച് ഇൻ വോൾട്ടേജ്. ഓക്കെ, ആ രീതിയിൽ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അതുപോലത്തെ ക്വസ്റ്റ്യൻസ് ആണ് ഒട്ടുമിക്കതും ഇതിനകത്ത് കൊടുത്തത്. ഇപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണെങ്കിലും അതെ, അതുപോലെ തന്നെ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ആണെങ്കിലും അതെ. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഒന്ന് ആലോചിക്കാനുണ്ട്, എന്നാലും അതിൻ്റെ ആൻസർ സിമ്പിളായിട്ട് കിട്ടിയാണ്. ഏകദേശം ഒരു 70 to 75 വരെ കട്ട് ഓഫ് വരാനുള്ള ചാൻസ് ഉണ്ടെന്നാണ് ഏകദേശം നിലവിൽ നമ്മളൊരു വോട്ടിംഗ് പോൾ നമ്മുടെ ഗ്രൂപ്പിൽ ഇട്ടപ്പോൾ നമുക്ക് മനസ്സിലായത്. ഓക്കെ, ഒരു 70 to 75 എങ്കിലും ഒരു കട്ട് ഓഫ് റേഞ്ച് വരാൻ ചാൻസ് ഉണ്ട്. ഇതിൻ്റെ വേക്കൻസി ഏകദേശം ഒരു 10-15 വേക്കൻസീസൊക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, കറക്റ്റായിട്ടുള്ളൊരു വേക്കൻസി റേഞ്ച് അവർ പറഞ്ഞിട്ടില്ല. എങ്കിൽ പോലും ഒരു 70 to 75 കട്ട് ഓഫ് വരെ വരാൻ ചാൻസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇപ്പോൾ എത്ര പഠിച്ചിട്ട് പോയാലും നമുക്ക് ഏതെങ്കിലും ഒരു പ്രോബ്ലത്തിൽ ചെറിയൊരു മിസ്റ്റേക്ക് വന്നാൽ പോരെ അത് മൈനസായി പോകാനായിട്ട്. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ ഈ പറയുന്ന ആൻസർ കീയിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ചിലപ്പോൾ വരാം. അത്യാവശ്യം ഞാനൊന്ന് നോക്കിയ സമയത്ത് ഇട്ട ആൻസർ കീ ആണ് ഞാനിപ്പോൾ ഷെയർ ചെയ്ത് തന്നത്. ഇതേപോലെ ഇപ്പോൾ ഇനി അടുത്ത ദിവസം BSc ഒരു ആൻസർ കീ പബ്ലിഷ് ചെയ്യും. ആ സമയത്ത് നമുക്ക് വേണമെങ്കിൽ ചലഞ്ച് ചെയ്യാം. ഓക്കെ, ചലഞ്ച് ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ഫോർ എക്സാമ്പിളായിട്ട് ഒന്നാമത്തേൻ്റെ ആൻസറായിട്ട് PSc പറയുകയാണ് 250 C ആണ്, 250 വോൾട്ട് ആണ് ആൻസർ എന്ന് പറയുവാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ ഇത് പ്രൂവ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, നമുക്കത് ചലഞ്ച് ചെയ്യാം. നമുക്ക് വേണമെങ്കിൽ നമ്മുടെ കറക്റ്റ് ആൻസർ 300 നമ്മൾ എഴുതി. ഓക്കെ, അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, നമ്മുടെ PSc പോർട്ടലിൽ കയറിയിട്ട് നമുക്ക് ആ ഒരു ഇതിന് ഒന്നാമത്തേൻ്റെ ആൻസർ ഇന്നതാണെന്ന് പറഞ്ഞ് ചലഞ്ച് ചെയ്യാം. അപ്പോൾ അങ്ങനെ ഒരുപാട് പേര് ചലഞ്ച് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ആൻസർ കീയിൽ പഴയ ആൻസർ കീയിൽ വരുന്ന ആൻസർ സി എന്ന് പറഞ്ഞാണെങ്കിൽ അത് എന്തായിരിക്കും, പുതിയ ആൻസർ കീ വീണ്ടും അവർ ഫൈനൽ ആൻസർ കീ പബ്ലിഷ് ചെയ്യുമ്പോൾ കറക്റ്റായിട്ടുള്ള ആൻസർ കീ വരും. അല്ലെങ്കിൽ ചിലപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ എന്ത് ചെയ്യും, ക്യാൻസലാക്കി വരെ കളയും. ഓക്കെ, ക്യാൻസലാക്കി കളയാനുള്ള ചാൻസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അത് 4 ഓപ്ഷനിൽ ആ ഒരു ആൻസർ ഇല്ലെങ്കിൽ മാത്രമാണ് കൂടുതലും ക്യാൻസലാക്കി കണ്ടുവരുന്നത്. ഓക്കെ, ഇതിൻ്റെ അകത്ത് എന്തൊക്കെ പറഞ്ഞാലും ഒരു 5-6 ക്വസ്റ്റ്യനെങ്കിലും മിനിമം ക്യാൻസലായി പോകാനുള്ള ചാൻസ് ഹൈ ആണ്. ഓക്കെ, കൂടുതൽ പ്രോബ്ലമാറ്റിക് വന്നിട്ടുണ്ടല്ലോ, ഏതെങ്കിലുമൊക്കെ ക്യാൻസലായി പോകാനുള്ള ചാൻസും ഉണ്ട്. ഓക്കെ, പിന്നെ കട്ട് ഓഫ് ഞാൻ പറഞ്ഞല്ലോ ഒരു 70 to 75 നമുക്ക് പ്രതീക്ഷിക്കാം കട്ട് ഓഫും കാര്യങ്ങളൊക്കെ. പിന്നെ കുറേ പേർക്ക് ഉപകാരപ്പെട്ടു ഇതിൻ്റെ സ്റ്റഡി മെറ്റീരിയൽ. പിന്നെ കുറേ എക്സാമിൻ്റെ സ്റ്റഡി മെറ്റീരിയൽ വേറെ കിട്ടുമെന്നൊക്കെ ചോദിച്ച് മെസ്സേജ് അയക്കുന്നുണ്ട്. അന്ന് നമ്മുടെ സബ് എഞ്ചിനീയറിന് നമ്മൾ ഫ്രീ ആയിട്ടായിരുന്നു കൊടുത്തുകൊണ്ടിരുന്നത്. അഥവാ വേറെ ഏതെങ്കിലും എക്സാമിന് ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾ PSc മാത്രം നോക്കാതെ നിങ്ങൾ എന്ത് ചെയ്യാം, വേറെ എക്സാംസ് നോക്കുക. ഓക്കെ, വേറെ ടെക്നിക്കൽ ലെവലിൽ വേറെ എക്സാംസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സോ അതിൻ്റെ അപ്ഡേഷൻസും കാര്യങ്ങളൊക്കെ ഗ്രൂപ്പിൽ നമ്മൾ ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും. നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ഒന്ന് ജോയിൻ ചെയ്ത് നിന്നാൽ മതി. ഓക്കെ, പിന്നെ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള PDF ഫയൽ ഉണ്ടല്ലോ നമ്മുടെ ടെലിഗ്രാമിൽ ഞാൻ ഷെയർ ചെയ്ത് തരാം. പിന്നെ ഇതിനകത്ത് ഇത് ഞാനിപ്പോൾ പറഞ്ഞത് 100% കറക്റ്റ് ആവണമെന്നില്ല, ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെറിയ വേരിയേഷനും കാര്യങ്ങളൊക്കെ വന്നിരിക്കാം. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ഇതിൻ്റെ അടുത്ത ദിവസം എന്തായാലും ഒരു 1 വീക്കിനുള്ളിൽ എന്തായാലും BSc ഇപ്പോൾ നടന്ന ഈ ഒരു എക്സാമിൻ്റെ ഒരു ആൻസർ ചെയ്യുന്ന രീതിയിലൊരു ഇത് പബ്ലിഷ് ചെയ്യും. അതിനുശേഷം നമുക്ക് വേണമെങ്കിൽ ചലഞ്ച് ചെയ്യാം. ചലഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും വേണമെങ്കിൽ ഫൈനൽ ആൻസർ കീ വരുന്ന സമയത്ത് അത് വെച്ചിട്ടാണ് നമ്മുടെ കട്ട് ഓഫും അതുപോലെ തന്നെ കൂടുതൽ ഇത് വരുന്നത്. ഇപ്പോൾ പിന്നെ ഇതിൻ്റെ അകത്തുനിന്ന് ക്വസ്റ്റ്യൻസ് എന്തായാലും ഒരു 5-6 എണ്ണം മേ ബി ക്യാൻസൽ ആയാൽ പോലും നമുക്ക് അതൊരു അഡ്വാൻറ്റേജ് ആണ്. ഓക്കെ, ചില ക്വസ്റ്റ്യൻസ് ക്യാൻസൽ ആയാലും ഇതിൻ്റെ അകത്ത് നമുക്കിപ്പോൾ തെറ്റിപ്പോയ ക്വസ്റ്റ്യൻസൊക്കെ ക്യാൻസൽ ആയിട്ടുണ്ടെങ്കിൽ ആ മൈനസ് മാർക്ക് അങ്ങ് പോകും. ഓക്കെ, അവിടെ മൈനസ് മാർക്ക് പോയിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മുടെ മാർക്ക് കുറയാതിരിക്കും. അങ്ങനെ ഒരു ഇതുണ്ട്. പിന്നെ ഞാൻ അന്ന് പറഞ്ഞായിരുന്നു എക്സാമിന് ഒരു 1 day മുമ്പ് ഞാൻ ടെലിഗ്രാമിൽ മെസ്സേജ് അയച്ചായിരുന്നു, നിങ്ങൾ ടെൻഷൻ അടിക്കാതെ തന്നെ പോയി എക്സാം എഴുതണം. കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ടെൻഷൻ അടിച്ച് എക്സാം എഴുതണമെങ്കിൽ നമ്മുടെ മാർക്ക് ഓരോന്നായിട്ട് കുറയുള്ളൂ. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് നമ്മൾ പഠിച്ച കാര്യം ഓർത്ത് വെക്കുക. ഓക്കെ, ഇപ്പോൾ ഈ ഇതിൻ്റെ അത് പ്രോബ്ലമാറ്റിക് ക്വസ്റ്റ്യൻ കണ്ട് കുറേ പേര് ജസ്റ്റ് എന്താ ചെയ്യുക, കൺഫ്യൂഷൻ അടിച്ചാൽ ടെൻഷൻ അടിച്ചിരുന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അത് നോക്കുക, കപ്പാസിറ്ററിനെ പറ്റി നമ്മൾ പഠിച്ച ക്വസ്റ്റ്യൻ ഏതൊക്കെയാണെന്ന് ക്വസ്റ്റ്യൻ അല്ല നമ്മുടെ ഇക്വേഷൻ ഏതൊക്കെയാണ് നോക്കുക. അപ്പോൾ കപ്പാസിറ്റർ കണക്റ്റഡ് പാരലിനെ പറ്റിയുള്ള കപ്പാസിറ്റർ പാരലിൻ്റെ ഇക്വേഷൻ ഏതാണ് നോക്കുക. ഓക്കെ, അപ്പോൾ ആ ഒരു ഇക്വേഷൻ എഴുതുക എന്ന് വെച്ച് എന്ത് ചെയ്യാം, അത് വെച്ചിട്ട് എങ്ങനെയൊക്കെ ഇത് സോൾവ് ചെയ്യാമെന്ന് ആലോചിച്ചിട്ട് സോൾവ് ചെയ്യാം. അപ്പോൾ നിലവിൽ മെയിനായിട്ടൊരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഒരു ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള സമയം 1 മിനിറ്റ് പോലും ഇല്ല പ്രോപ്പറായിട്ട്. ഓക്കെ, അപ്പോൾ നിലവിൽ ഇതിൻ്റെ അകത്ത് നമുക്ക് അത്യാവശ്യം സിമ്പിളായുള്ള ഇപ്പോൾ ഈ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ 8ാമത്തെ ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, അങ്ങനത്തെ ക്വസ്റ്റ്യനൊക്കെ പെട്ടെന്ന് തന്നെ നമുക്ക് ആ ഒരു ക്വസ്റ്റ്യനും ആൻസറും പെട്ടെന്ന് തന്നെ കാണുമ്പോൾ തന്നെ എന്താ ഒരു പറയുക കത്തിയിട്ട് ആ ഒരു ഇത് പെട്ടെന്ന് അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ബാലൻസ് ഉള്ള സമയം നമുക്ക് മാത്സിന് യൂസ് ചെയ്യാൻ പറ്റുമായിരുന്നു. അപ്പോൾ ആദ്യമൊക്കെ നിങ്ങൾ മാത്സിൻ്റെ ഇത് വിട്ട് കളഞ്ഞിട്ട് ആദ്യമൊക്കെ എളുപ്പമുള്ളത് ചൂസ് ചെയ്യുമായിരുന്നെങ്കിൽ ഇത്തിരി എളുപ്പമായിരുന്നു. ലൈക്ക് അതായത് പ്രോബ്ലമാറ്റിക് ആയിട്ട് ലാസ്റ്റ് സോൾവ് ചെയ്യാൻ വെക്കുക. ആദ്യം നിങ്ങൾക്ക് അറിയാവുന്നത് എന്ത് ചെയ്യുക, നിങ്ങൾ പെട്ടെന്ന് ചെയ്ത് പോവുക. ചെയ്യാത്തത് എന്ത് ചെയ്യുക, ഒരു ഇങ്ങനെ റൗണ്ട് ഇട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും വെക്കുമായിരുന്നെങ്കിൽ നിങ്ങൾക്ക് എളുപ്പമുണ്ടായിരുന്നു. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ അത്യാവശ്യം കുഴപ്പമില്ലായിരുന്നു, നല്ലൊരു എക്സാം ആയിരുന്നു. ഇനി എക്സാമിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും അപ്ഡേഷൻ, പുതിയ എക്സാം വേണ്ടി നടത്തുമോ എന്നൊക്കെ എന്തെങ്കിലും അപ്ഡേഷനും കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യാം. എൻ്റെ ഒരു അഭിപ്രായത്തിൽ നടത്താനുള്ള ചാൻസ് വളരെ കുറവായിരിക്കും. ഓക്കെ, കുറേ പേർക്ക് എഴുതാനും പറ്റില്ല, അതൊരു മെയിനായിട്ടുള്ളൊരു ഡിസഡ്വാൻറ്റേജ് ആണ്. സോ എന്തെങ്കിലും അപ്ഡേഷൻ വരികയാണെങ്കിൽ ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ.